നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 749th day. Today 29th sloka of Pradhamaskandam 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 749 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. സൂതാ ഉവാച ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുണപരവീരഃ സ്പൃഷ്ട്വാപസ്ത്വം പരിക്രമ്യ ഭ്രാമം ഭ്രാമായ സന്തതേ. ഓം തത്സത്. സൂതാ ഉവാച ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുണപരവീരഃ സ്പൃഷ്ട്വാപസ്ത്വം പരിക്രമ്യ ഭ്രാമം ഭ്രാമായ സന്തതേ. ഓം തത്സത്. സൂതൻ പറയുകയാണ്, ശ്രുത്വാ, പദം പിരിക്കേണ്ടത്, ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുണ പരവീരഃ സ്പൃഷ്ട്വാ അപതം പരിക്രമ്യ ഭ്രാമം ഭ്രാമായ സന്തതേ. പരവീരഃ എന്ന് പറഞ്ഞാൽ ശത്രുക്കളാകുന്ന വീരന്മാരെ ഹരിക്കുന്നവനായിട്ടുള്ള ഫാൽഗുണ അർജുനൻ ഭഗവതാ ഭഗവാനാൽ പ്രോക്ത പറയപ്പെട്ടതിനെ ശ്രുത്വാ കേട്ടിട്ട് അഭ സ്പൃഷ്ട്വാ അപത്വം, അങ്ങനെയാണ് ഇത് വരുന്നത്. അഭ എന്ന് പറഞ്ഞാൽ ജലം, സ്പൃഷ്ട്വാ സ്പർശിച്ചിട്ട്, തം അവനെ അതായത് ഭഗവാനെ, പരിക്രമ്യ പ്രദക്ഷിണം ചെയ്തിട്ട്, ഭ്രാമായ ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട്, ഭ്രാമം ബ്രഹ്മാസ്ത്രത്തെ, സന്തതേ തൊടുത്തു. അതായത് ശത്രുക്കളാകുന്ന വീരന്മാരെ ഹരിക്കുന്നവനായിട്ടുള്ള അർജുനൻ ഭഗവാനാൽ പറയപ്പെട്ടതിനെ കേട്ടിട്ട് ആ ജലത്തെ സ്പർശിച്ച് ആചമനം ചെയ്ത് പിന്നീട് ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തൊടുത്ത് ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് ബ്രഹ്മാസ്ത്രത്തെ തന്നെ ഉപയോഗിച്ചു, തൊടുത്തു എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് വേറെ ഒരു അസ്ത്രവും ഇല്ല, ബ്രഹ്മാസ്ത്രത്തെ കൊണ്ട് തന്നെ ഉപസംഹരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് കേട്ടിട്ട് ജലം തൊട്ട് ആചമനം ചെയ്ത്, ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേയും ജലം തൊട്ട്, നമ്മൾ കണ്ടതാണ് അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം അയക്കുന്നതിന് മുന്നേ ജലം തൊട്ട് ആചമനം ചെയ്തു. ജലം തൊട്ട് ശുദ്ധി വരുത്തുക, ജലം തൊടുന്നത് ശുദ്ധം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ജലം തൊട്ട് ശുദ്ധം ചെയ്ത് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് അതിനുശേഷം ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് ബ്രഹ്മാസ്ത്രം തന്നെ തൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തന്നത്. ആ ഭഗവാനോടുള്ള അർജുനൻ്റെ ഭക്തിയും ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് ഭഗവാൻ തന്നെ പ്രദക്ഷിണം വെച്ച് ആ യുദ്ധഭൂമിയിൽ പോലും ആ മക്കളൊക്കെ മരിച്ചിട്ടുള്ള ആ വിഷമാവസ്ഥയിൽ പോലും ഭഗവാനോടുള്ള തൻ്റെ ഭക്തി, അർജുനൻ്റെ ഭക്തി എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം തന്നെ ബ്രഹ്മാസ്ത്രം വരുമ്പോൾ തൻ്റെ നേരെ ബ്രഹ്മാസ്ത്രം വരുന്നു എന്ന് കരുതി അതിന് പ്രത്യസ്ത്രം ഉപയോഗിക്കാതെ ഭഗവാന്റെ അഭിപ്രായം ആരായുകയും ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് ഭഗവാൻ പറഞ്ഞതുമാതിരി ഭഗവാനെ തന്നെ പ്രദക്ഷിണം വെച്ച്
അർജുനൻ ആ ബ്രഹ്മാസ്ത്രത്തിനെതിരായി ബ്രഹ്മാസ്ത്രത്തെ തൊടുക്കുന്നതിൽ നിന്നും ഭഗവാനോട് എത്രത്തോളം ഭഗവാനെ അർജുനൻ ആശ്രയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് അർജുനന് വിജയവും ഉണ്ടായത് ജീവിതത്തിൽ. എല്ലാ കാര്യത്തിലും ഭഗവാന്റെ അഭിപ്രായം ആരായുകയും ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്തതുകൊണ്ടാണ് അർജുനന് എല്ലാ തരത്തിലുള്ള വിജയം, അതുകൊണ്ട് തന്നെ വിജയൻ എന്നുള്ള പേരും ലഭിച്ചത്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുനപരവീരഃ പൃഷ്ട്വാ വസ്ത്വം പരിക്രമ്യ ഭ്രാമം ഭ്രാമായ സന്തതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ഓം. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.